പ്രാർത്ഥിക്കാം. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരെയാണേ എൻ്റെ ശ്വാസത നാട്, അവിടെ നീക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരെയാണേ എൻ്റെ ശ്വാസത നാട്, അവിടെ നീക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓലങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ആമേൻ. ഓലങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗനാഥ, അക്കരയ്ക്ക് 2015 കർത്താവേ ഞങ്ങൾക്ക് എത്തുവാൻ നീ കൃപ ചെയ്തിരിക്കുന്നതിന് നന്ദിയോട് നന്ദിയോട് സ്തോത്രം. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും ആരും കാണാത്ത ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നീ കൃപ ചെയ്തല്ലോ. ആണ്ടിൻ്റെ ആരംഭം തൊട്ട് അവസാനം വരെയും കർത്താവേ ഞങ്ങളെ കാത്ത് പരിപാലിച്ച് നിൻ്റെ കൃപയിലും നിൻ്റെ സ്നേഹത്തിലും നിൻ്റെ സത്യവചനത്തിലും ഞങ്ങളെ നടത്തണം കർത്താവേ. നിൻ്റെ വചനം മുറുകെ പിടിച്ച് ഞങ്ങൾ അക്കരയ്ക്ക് കർത്താവെ എപ്പോഴും യാത്ര ചെയ്യുമ്പം കർത്താവെ ഞങ്ങൾ എത്തേണ്ടിയ സ്ഥാനത്ത് എത്തിക്കുവാൻ നീ മതിയായവനാണ് കർത്താവെ. 1000 സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ ആണ്ടിൻ്റെ ആരംഭത്തിലും ആണ്ടിൻ്റെ കർത്താവെ കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിലും വചന ശുശ്രൂഷ ചെയ്യുവാൻ നീ കൃപ ചെയ്തതിന് നന്ദിയോട് സ്തോത്രം കർത്താവെ. ആർക്കും കർത്താവെ കിട്ടാത്ത ഒരു പദവി എനിക്ക് ഇന്ന് കിട്ടി. നന്ദിയോട് നന്ദിയോട് സ്തോത്രം. ഏത് ഉദ്ദേശത്തോട് നീ എന്നെ നിർത്തിയിരിക്കുന്നോ ആ ഉദ്ദേശം നിറവേറ്റണമേ കർത്താവേ. അച്ഛനും വേണ്ടിയും കർത്താവെ കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയും 1000 സ്തോത്രം. ഈ പുതുവർഷം അവർക്കും ഏറ്റവും കർത്താവെ അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായി തീർക്കണമേ കർത്താവേ. എൻ്റെ മക്കളെ നീ കാത്തു പരിപാലിക്കുന്നതിന് നന്ദിയോട് സ്തോത്രം കർത്താവേ. ഈ ഇടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിൻ്റെ ഒരു അനുഗ്രഹമായി തീരട്ടെ, ഒരു വിളക്കായിട്ട് തീരട്ടെ കർത്താവേ. അനേകർക്ക് കർത്താവേ വെളിച്ചമായി തീരട്ടെ കർത്താവേ. സ്വർഗീയനാഥ, എനിക്ക് ലഭിച്ച എല്ലാ സ്നേഹ കൂട്ടായ്മയ്ക്കും കർത്താവെ 1000 സ്തോത്രം. നീ ആണല്ലോ കർത്താവെ ഇവരെ മുന്നമേ ഈ ദേശത്ത് കൊണ്ടുവന്നത് കർത്താവെ. അതുകൊണ്ട് എനിക്കും കർത്താവെ അവരിൽ നിന്ന് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും വേണ്ടി 1000 സ്തോത്രം. ഞങ്ങളുടെ യുവജനങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കർത്താവെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഈ വീണുപോയ ലോകത്തിൽ വീഴാതിരിക്കുവാൻ നിൻ്റെ കുഞ്ഞുങ്ങളെ നിൻ്റെ വചനം കൊണ്ട് കർത്താവെ ഒരുക്കണമേ കർത്താവെ. നന്ദിയോട് 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 സ്തോത്രം കർത്താവെ. മഹത്വത്തിൻ്റെ രാജാവേ, സ്തുതിക്ക് യോഗ്യനുള്ളവനെ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. എന്നെയും എൻ്റെ അച്ഛനെയും നീ കൊണ്ടുവന്നേന് നന്ദിയോട് സ്തോത്രം കർത്താവെ. 1000 സ്തോത്രം കർത്താവെ. ദൈവമേ, ഇവിടെ ആരെങ്കിലും വിഷമത്തോട് വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് കിട്ടേണ്ടിയ ദൂത്, അവർക്ക് കിട്ടേണ്ടിയ ആഹാരം, അവർക്ക് കിട്ടേണ്ടിയ കർത്താവെ അപ്പം ഇന്ന് വാഴ്ത്തി കർത്താവെ അനുഗ്രഹിച്ച് കൊടുത്താട്ട് കർത്താവെ. 1000 സ്തോത്രം. വീണ്ടും കർത്താവെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവെ എല്ലാ സംഘടനയും കമ്മിറ്റി അംഗങ്ങളെയും കർത്താവെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു കർത്താവെ. അവർ ചെയ്യേണ്ടിയ കാര്യങ്ങളെല്ലാം നിൻ്റെ നാമ മഹത്വത്തിനായിട്ട് തീരട്ടെ കർത്താവെ. വന്നവരെയും വരാത്തവരെയും ഒരുപോലെ നിൻ്റെ വചനം കൊണ്ട് കർത്താവെ അനുഗ്രഹിച്ചാട്ട് നന്ദിയോട് നന്ദിയോട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ സ്തോത്രം പറയാം. ഹല്ലേലൂയ സ്തോത്രം യേശുവേ. പ്രൈസ് ദി ലോർഡ്. So we have been reading the word of God for the last few days since the worship service on Sunday, last Sunday. Now, the theme was to go across the other side. അക്കരയ്ക്ക് യാത്ര ചെയ്യണം. ഇന്നലെ നമ്മൾ കണ്ടത് we have arrived safely. How to go through a storm.
and we saw a few things, and I just want to remind those who have not come what we did. We just do a little summary, and then I will go in and give the extra word for today. So we based our whole retreat on the words from Jesus' mouth that went forth. What did he say in Mark 4:35? He said, let us go to the other side. Let us go to the other side. So that is a word from God. So if you take hold of that word, let us go to the other side. That becomes the plank. അപ്പം നമ്മൾ ഇന്നലെ കണ്ടത് പൗലോസിൻ്റെ കപ്പൽ യാത്രയിൽ പൗലോസിന് എന്താണ് സംഭവിച്ചത്? ആ കപ്പൽ തകർന്നുപോയി. ആ കപ്പൽ തകർന്നപ്പം എന്താണ്? എല്ലാവർക്കും ഒരു പലക ലഭിച്ചു. ആ പലകയാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം. സോ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നവർ, when Jesus says, let us go to the other side, അത് നമുക്ക് ലഭിക്കുന്ന ഒരു പലകയാണ്. ആ പലകയുണ്ടെങ്കിൽ എത്ര കൊടുങ്കാറ്റടിച്ചാലും നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കൊരു ഉറപ്പ് വേണം. So let us read Acts 27, what Paul said in the middle of the storm. നമുക്കൊരു ഉറപ്പ് വേണം. പൗലോസിൻ്റെ കൂട്ടം നമുക്ക് ഒരു ഉറപ്പ് വേണം. പൗലോസിൻ്റെ യാത്ര അപ്പോസ്തല പ്രവൃത്തി 27:33. Because of the lack of time and the limited time space that we have, I'm going to read it, and you can read it yourself in Malayalam. So open your Bible. So Acts 27 verse 23 says, last night, this is after many days in the sea, ആ അന്ധകാരത്തിൻ്റെ മധ്യേ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സമയത്ത്, many days, നക്ഷത്രമില്ല, വെട്ടമില്ല, വെളിച്ചമില്ല, സൂര്യനില്ല, nothing. And when they, അവിടെ പറയുന്ന മുകളിലത്തെ വാക്യം വായിക്കുവാൻ, when they gave up, we finally gave up all hope of being saved. Paul gave up hope of being saved. He was so sure he and the passengers were going to drown. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? 23. Last night, an angel of the God whose I am and whom I serve stood beside me. നിരാശയുടെ മധ്യ, ഇനി ആശയ്ക്ക് ഒരു വഴിയുമില്ലാത്ത സമയത്ത്, when you're just about to give up, what happens? ദൈവത്തിൻ്റെ വചനം ഉണ്ടെങ്കിൽ, ആ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ദൈവസന്നിധിയിൽ നിന്ന് ഒരു വാക്ക് മതി. One word from him. And what will happen? സങ്കീർത്തനം 103:20 നമ്മൾ വായിച്ചതാണ്. എന്താണ്? അവൻ്റെ വചനത്തിന് നമ്മൾ ശബ്ദം കൊടുക്കുമ്പം ആരാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? ദൂതന്മാർ. അപ്പോൾ പൗലോസ് ആ സമയത്ത് ഒരുപാട് വചനം അയച്ചു കാണും. ഇപ്പം എന്താ സംഭവിച്ചത്? ഇപ്പം ആരാ വന്ന് അടുത്ത് നിൽക്കുന്നത്? ആരാ അടുത്ത് നിൽക്കുന്നത്? ദൂതൻ. എവിടുന്ന് വന്ന ദൂതനാ? സാത്താനും ദൂതനുണ്ട്. ആരുടെ ദൂതനാ? അതുകൊണ്ട് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന ദൂതൻ അടുത്ത് നിൽക്കുന്നു. കൊടുങ്കാറ്റിൻ്റെ മധ്യേ ആരുടെ ദൂതനാ നിങ്ങളുടെ മധ്യേ വന്ന് നിൽക്കേണ്ടത്? നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കണമെങ്കിൽ വചനം അയക്കുമ്പോൾ മാത്രമേ ദൂതൻ വരത്തുള്ളൂ.
ദൈവത്തിൻ്റെ വാഗ്ദത്തം മുറുക്കെ പിടിക്കുമ്പം, ആ വാഗ്ദത്തം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം, വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ, വചനം അയച്ച് വിടുവിക്കുന്ന യഹോവ, ഈ യഹോവയുടെ വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുമ്പം ആര് പ്രത്യക്ഷപ്പെടും? ദൂതൻ. ആവശ്യമുണ്ടെങ്കിൽ ദൂതന്മാർ. വലിയ വലിയ കൊടുങ്കാറ്റിൻ്റെ മധ്യമായി സൈന്യം ഇറങ്ങി വരും ദൈവത്തിൻ്റെ പൈതലിനെ രക്ഷിക്കാൻ. അപ്പം നമ്മൾ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ആര് വരും? ആരുടെ ദൂതൻ വരും? ഇല്ല ഇല്ല, പോരാ പോരാ, എല്ലാത്തിനും പരാതി, എത്ര ഉണ്ടേലും ഒന്നുമില്ല. ആര് വരും? ദൂതൻ വരത്തില്ല. പിന്നെ ആരാ വരുന്നതെന്ന് ഞങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. പിന്നെ എന്താണ്? ഡെക്ലറേഷൻ. ഹീസ് മേക്കിംഗ് എ കൺഫെഷൻ. പൗലോസിൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്താണ്? ദ ഏഞ്ചൽ ഓഫ് ദ ഗോഡ് ഹൂസ് ഐ ആം. പൗലോസിന് ഉറപ്പുണ്ട് പൗലോസ് ആരുടേതാന്ന്. പൗലോസിന് ഉറപ്പുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ പിശാചിനറിയാം നമ്മൾ ആരാണെന്നും നമ്മൾ ആരുടേതാണെന്നും നമ്മുടെ അവകാശം എന്തുവാണെന്നും നമ്മുടെ ഓഹരി എന്തുവാണെന്നും. അത് മനസ്സിലാക്കാതെ ഇരിക്കാനാണ് അവൻ മൂടുപടം ഇട്ട് നമുക്ക് അനസ്തീസിയ കൊടുത്ത് പള്ളിയിൽ കൊണ്ടുവരുന്നത്. ഉറക്കം തൂങ്ങി ബോറിംഗ് ആണെന്നും പറഞ്ഞ് വചനം കേൾക്കാൻ വരത്തില്ല. അതിൻ്റെ കാരണം നമുക്കെല്ലാം അറിയാം. നമുക്കെല്ലാം അറിയാം. ഒരു മനുഷ്യനോട് ഒരു വലിയ മിടുക്കൻ, ഒരുപാട് ഡിഗ്രി ഉള്ള ഒരു ചെറുപ്പക്കാരൻ സൂട്ടും കോട്ടും ടൈയും ഇട്ട് അവൻ അക്കരയ്ക്ക് പോകണം, ഒരു കൊച്ചു പടകിൽ യാത്ര ചെയ്യണം. എന്നിട്ട് ഈ ആ ബോട്ട്മാൻ സഹായിക്കുന്ന മനുഷ്യനോട്, ആ പാവപ്പെട്ട മനുഷ്യനോട് പറയുന്നു, അവനോ ഒരുപാട് ക്വസ്റ്റ്യൻസ്, തിയോളജി അറിയാമോ, ഫിലോസഫി അറിയാമോ, സോഷ്യോളജി അറിയാമോ, ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പം ഈ മനുഷ്യൻ ചോദിച്ചു, നിനക്ക് നീന്തോളജി അറിയാമോ എന്ന്. നീന്താൻ അറിയാമോ? അതിൻ്റെ കാരണം എന്തോ ചെയ്തു? ആ ബോട്ടിൽ നിന്ന് ഈ മനുഷ്യൻ നീന്തിപ്പോയി. അവൻ ആ ആറ്റിൻ്റെ നടുക്ക് നിപ്പുണ്ട്, അവൻ്റെ പഠിത്തവും കൊണ്ട് ഡിഗ്രിയും കൊണ്ട്. അവന് നീന്താൻ അറിയത്തില്ല. You see, we know we need each and every one. The most important thing this new year is you have to know whose you are and whom you serve. God is love, and He has given us His love to love each and every one. പൗലോസ് മാത്രമാണോ രക്ഷപ്പെട്ടത്? ആണോ? You see, God loved the passengers. ദൈവം അല്ലാത്തവരെ എത്രമാത്രം ദൈവം സ്നേഹിച്ച്, മുന്നമേ ദൈവത്തിന് അറിയാം ഈ കപ്പല് യാത്ര അപകടമാണ്. അതിനകത്തൊരു ദൈവ പൈതലിനെ ആക്കി. See, so in a dangerous world, in the most dangerous world, He will send us to be the light, so that others around won't perish, that they will be saved. And so this is the whole message. We are light in dark places. We are light in dark places. Now then, we drop down to verse 44. Acts 27:44, it says, the rest were to get there on planks and on pieces of the ship. In this way, everyone reached land safely. വചനം ഉള്ളവനും വചനം ഇല്ലാത്തവരും അക്കരയ്ക്ക് എത്തി. കരുണയുള്ള ദൈവം
വചനമുള്ളവരെ അയക്കും പ്രശ്നത്തിൻ്റെ മധ്യേ. അതിൻ്റെ കാരണം വചനമില്ലാത്തവർ അക്കരയ്ക്ക് എത്തണമെങ്കിൽ വചനമുള്ളവർ അതിൻ്റെ ഇടയ്ക്ക് വേണം, അതിൻ്റെ മധ്യേ വേണം. So it's very, very important that you don't feed the word of God. ഈ വചനം നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളിത് മനസ്സിലാക്കി നിങ്ങളുടെ ആത്മാവിൽ വിശ്വാസത്താൽ അതൊരു വെളിച്ചമായിട്ട് നിങ്ങളുടെ മനസ്സിനെ പുതുക്കി നിങ്ങൾക്കൊരു രൂപാന്തരം വരുമ്പം നിങ്ങൾക്ക് അനേകരെ സഹായിക്കാൻ പറ്റും. സഹിക്കാൻ വയ്യാത്ത സാഹചര്യത്തിൽ നമ്മളെ താങ്ങി നടക്കുന്ന ദൈവം ഈ വചനത്താൽ നമ്മളെ ബലപ്പെടുത്തുന്നു. So it's very, very important why Jesus gave us this word. Now, what happened when we landed? ഇന്നലെ കരയ്ക്ക് എത്തിയപ്പം ആരെ കണ്ടു? Who did we see? Who did we see? John's Gospel 21, we are going straight to verse 4, and it says, early in the morning, Jesus stood on the shore, but the disciples did not realize it was Jesus. അതിരാവിലെ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്നവർ, അന്ധകാരത്തിൽ കൂടെ കടന്നു പോകുന്നവർ, പൗലോസിനെ കൂട്ട ദിവസങ്ങൾ, നക്ഷത്രമില്ല സൂര്യനില്ലാത്ത ദിവസങ്ങൾ, നിരാശയുടെ ദിവസങ്ങൾ, it all comes. അതിന് നമ്മുടെ പ്രശ്നത്തിന് എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അത് മനസ്സിലാക്കണം. വാഗ്ദത്തത്തിന് എക്സ്പയറി ഡേറ്റ് ഇല്ല. The word of God has no expiry date. The promises of God has no expiry date. But your problems have expiry date. Whether the expiry date should be short or long, you decide. You and I have to decide the expiry date. So when you are going through storms, ദൈവം നിങ്ങളെ നശിപ്പിക്കാനല്ല. He has plans. He gives you a word. And then you get across the other side. ഒരു വാഗ്ദത്തം മതി, ഒരു പലക മതി. അവിടെ ചെല്ലുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? Verse 9. When they landed, അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തു, they saw a fire of burning coals and they were there with fish on it and some bread. അവൻ ജീവന്റെ അപ്പമാണ്. ഒരു മുറി അപ്പം കൊണ്ട് നമ്മൾ കൊടുങ്കാറ്റിൽ കൂടെ യാത്ര ചെയ്യുമ്പം അവൻ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തുവാണ്? കുറെ കൂടെ അപ്പം. എന്തിനാ? To be ready for the next storm. So one piece, ഒരു ബ്രെഡ് ക്രസ്റ്റ് മതി. അവൻ തരുന്ന ഒരു മുറി അപ്പം മതി. That is why what I call the Syrophoenician woman പറഞ്ഞത്, കർത്താവേ, എനിക്ക് നിന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പത്തിൻ്റെ ഒരംശം മതി, അത് മതി നിങ്ങൾക്ക് അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ. പക്ഷെങ്കിൽ അത് മുറുക്ക പിടിക്കുമ്പം അക്കരയ്ക്ക് ചെല്ലുമ്പം എന്താണ്? സമൃദ്ധിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ദെൻ ഹി ടീച്ചസ് യു അഗെയിൻ. പിന്നെ ഇന്നലെ നമ്മൾ കണ്ട ഒരു കാര്യം, ബിക്കോസ് ഐ ഹാവ് നോ ടൈം ടു ഗോ ത്രൂ ഓൾ ദാറ്റ്, നമ്മൾ കണ്ട ഒരു കാര്യം, between verses 7 and 11 something happens. ഈ മീനും ഈ പടകും everything was there. പക്ഷെങ്കിൽ ഒരു പെരുത്ത മീൻകൂട്ടം കിട്ടിയപ്പം ഈ ശിഷ്യന്മാരെല്ലാം കൂട്ടത്തോടെ വല പടകിൽ വലിക്കുമായിരുന്നു, വലിച്ചോണ്ട് വന്നു. And then പത്രോസാണ് ആദ്യം എടുത്ത് ചാടിയത്. അത് കർത്താവാണെന്ന് അറിഞ്ഞപ്പം പത്രോസ് എപ്പോഴും എല്ലാത്തിനും എടുത്ത് ചാടുമല്ലോ. പക്ഷെങ്കിൽ ഈ പ്രാവശ്യം ചാടിയത് നല്ല കാര്യത്തിനായിരുന്നു. ചാടി വെള്ളത്തിൽ നീന്തി അക്കരയ്ക്ക് പോയി കർത്താവിൻ്റെ അടുത്ത് വന്നു. എന്തേലും ശിഷ്യന്മാരെല്ലാം പുറകെ വന്നു, ഈ വല വലിച്ചുകൊണ്ട് വന്നു. ദെൻ കർത്താവ് എന്താണ് പറയുന്നത്? എനിക്ക്
ഇപ്പം പിടിച്ച മീൻ വേണം. സി, 2 മീനും 5 അപ്പവും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കർത്താവിന് പറയാമായിരുന്നു, ഇത് മതി നമുക്കെല്ലാം ഷെയർ ചെയ്യാൻ. ബട്ട് യു നോ വാട്ട് ഹി സെഡ്? ദിസ് ഈസ് ദ റെസറക്റ്റഡ് ജീസസ്. അവരെ ഇപ്പം പാഠം പഠിപ്പിക്കുവാണ്. അന്ന് കൂടെ നടന്നപ്പോൾ അത്ഭുതം കാണിച്ചു. ഇപ്പം എന്തുവാണ്? നിങ്ങൾ പിടിച്ച മീനൂടെ ഇവിടെ കൊണ്ടുവരണം. ദാറ്റ് ഈസ് ഫെലോഷിപ്പ്. എൻ്റെ അപ്പം നിനക്ക് ശക്തി തരും, എന്നിൽ വസിക്കാനും എൻ്റെ ഒപ്പം എൻ്റെ ജോലി ചെയ്യുവാനും എൻ്റെ വേല ചെയ്യുവാനും. സോ ഗോഡ് വിൽ ഫീഡ് യു. പക്ഷെങ്കിൽ നിങ്ങൾ പിടിച്ച മീന് കൊണ്ടുവന്നുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് വൈ ഹി ഫീഡ്സ് യു, സോ ദാറ്റ് യു ക്യാൻ ഗോ. അപ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് എന്തുവാണ്? പത്രോസ് ഒറ്റയ്ക്കാണ് ഈ വല വലിച്ചുകൊണ്ട് വരുന്നത്. ശിഷ്യന്മാർ പോയില്ല, ഒറ്റയ്ക്ക്. ആൻഡ് വി റിമൈൻഡഡ്, ഇന്നലെ ഓർപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ അനോയിൻറ്റിങ്, യു നോ, ഇറ്റ്സ് സോ പവർഫുൾ. അപ്പോൾ ഈ കർത്താവ് പലസ്തീൻ നാട്ടിൽ നടന്ന കർത്താവല്ല, ഇത് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിന് കിട്ടിയ ശക്തി, കൂട്ടത്തോട് വലിച്ചുകൊണ്ട് വന്ന വല ഇപ്പം വീണ്ടും നീന്തി ഒറ്റയ്ക്ക് വലിച്ചുകൊണ്ട് വരുക. He ate what Jesus prepared for him. അതിൻ്റെ കാരണം കുറച്ചങ്ങോട്ട് കഴിയുമ്പം പത്രോസ് കരയാൻ പോവാ. അവൻ നമുക്ക് അപ്പം കൊടുത്ത് നമുക്ക് ബലം കൊടുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളെ കരയിപ്പിക്കത്തുള്ളൂ. You know, you have to realize that. തെറ്റ് ചെയ്ത് അവൻ്റെ അടുത്ത് വരുമ്പം നമ്മളെ ഓടിച്ചു വിടത്തില്ല. നമ്മളുടെ പാപമല്ല ആദ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ വചനം വിളമ്പാൻ തുടങ്ങും. He will give you the bread to sustain you. He will wash you with his word. അത് കഴിഞ്ഞിട്ട് നമ്മളെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ചോദിക്കും. That is how God restores you. മനുഷ്യൻ അതിന് പറ്റത്തില്ല. ഇനോ നമ്മുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നവരാണ്. ഓരോരുത്തരുടെ ബലഹീനതയെ നമ്മൾ ചൂഷണം ചെയ്യും. We dig. We want to go and find out the weaknesses of people. എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, ഇമെയിൽ അയക്കും, ഫേസ്ബുക്കിലിടും, ഗൂഗിളിലിടും. ബിക്കോസ് വി വാണ്ട് ദ ഹോൾ വേൾഡ് ടു നോ ദിയർ വീക്ക്നെസ്. പക്ഷേ ഈ കർത്താവ് എന്തുവാ ചെയ്യുന്നത്? പത്രോസെ നീ തള്ളി പറഞ്ഞു, സോ ഗോ ആൻഡ് ഡ്രൗൺ ഇൻ ദ സീ പറഞ്ഞോ.